ബാലചന്ദ്രനും മനുവും അലീനയും കൂടി രോഹിത്തിനെ കാണാനുള്ള യാത്രയിലാണ്. പോകുന്ന യാത്രയിൽ സംസാരിക്കാനുള്ളത് രോഹിത്തിനെക്കുറിച്ച് മാത്രമാണ്. ബാലചന്ദ്രനാണ് പറഞ്ഞു തുടങ്ങുന്നത്. അവൻ്റെ ഭാവി തീർന്നില്ലേ? ഇനി ഞാൻ എങ്ങനെയാണ് അവനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. എൻ്റെ മൂത്ത മകനായി അവൻ ജനിച്ച ആ സമയം മുതൽ അവന് താഴെ 2 പെൺകുട്ടികൾ ജനിച്ചപ്പോഴും അവർക്ക് രണ്ടാൾക്കും ഞാനില്ലെങ്കിലും ഒരു അച്ഛൻ്റെയും സഹോദരൻ്റെയും സ്ഥാനത്ത് എല്ലാ നാളിലും അവനുണ്ടാവുമല്ലോ എന്ന ഒരു സന്തോഷത്തിലായിരുന്നു ഈ കഴിഞ്ഞ കാലം അത്രയും ഞാൻ പോന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരെ 3 ആളെയും നോക്കാനായിട്ടായിരിക്കും എനിക്ക് ഇവളെ തന്നത്, അല്ലേ മനു എന്ന് ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എനിക്ക് ഹരിയെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അങ്കിളെ. എനിക്ക് അതാലോചിക്കുമ്പോഴും വിഷമമുണ്ട്. പിന്നെ ഹരി ഇനി എത്ര പറഞ്ഞാലും നന്നാവാൻ പോകുന്നില്ല. അവൻ ഒരുപാട് താളം തെറ്റിയിരിക്കുന്നു അവൻ്റെ ജീവിതം. അവൻ കാരണമാണല്ലോ രോഹിത്തിനും ഈ അവസ്ഥ വന്നത്. അതിലാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷമം. അങ്ങനെ അവരുടെ സംസാരത്തിനൊടുവിൽ അവർ സെൻട്രൽ ജയിലിന് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. കാണാനുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് ചെന്നതുകൊണ്ട് തന്നെ പാറാവുകാരൻ അവരെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ബാലചന്ദ്രനും രോഹിത്തും അലീനയും കൂടി നടന്ന് നീങ്ങും തോറും അവർ കാണുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടി വന്നു നിൽക്കുന്ന രോഹിത്തിനെ കണ്ട മാത്രയിൽ ബാലചന്ദ്രന് അവനെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഏക മകൻ അത് രോഹിത്ത് തന്നെയാണോ എന്ന് ബാലചന്ദ്രൻ ഒരു നിമിഷം മനസ്സിനോട് ചോദിച്ചുപോയി. വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ആ ചുറുചുറുപ്പും ശരീരത്തിൻ്റെ പുഷ്ടിയും മുഖത്തെ ആ തെളിച്ചവുമെല്ലാം മങ്ങിയിരിക്കുന്നു. പോലീസുകാർ വല്ലാതെ ഉപദ്രവിച്ചതായി ആ ശരീരത്തിൽ കാണാം. ബാലചന്ദ്രൻ വല്ലാത്ത വിഷമത്തോടെ അരികിലേക്ക് നടന്നു ചെന്നു. അവൻ അവർക്ക് മുമ്പിലായി നിൽക്കാതെ ഒന്ന് മറഞ്ഞു നിൽക്കുന്ന പോലെ ബാലചന്ദ്രന് തോന്നി. ബാലചന്ദ്രൻ ആ ജയിൽ കമ്പികൾക്കരികിലേക്ക് നടന്നു ചെന്ന് അവൻ്റെ കൈകളിൽ പതിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, രോഹിത്തെ, നീ ഒന്നെൻ്റെ മുമ്പിലേക്ക് നിൽക്ക്. ആ പതിഞ്ഞ ശബ്ദം കേട്ടതും ഒരു നിമിഷം തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് രോഹിത്ത് നോക്കി. അതിനുശേഷം കൂടെ വന്നത് ആരെല്ലാമാണെന്ന് നോക്കി. അലീനയും മനുവിനെയും മാറി മാറി നോക്കി. അവൻ്റെ മുഖത്ത് പഴയതുപോലെ അലീനയോട് ആ ദേഷ്യഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു നിരാശ കലർന്ന ആ മുഖം അലീനയ്ക്ക് മനസ്സിലായി. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ സഹോദരനാണ് ശരീരത്താകെ നീലിച്ച അടയാളങ്ങളും മുഖത്ത് തല്ലുകിട്ടിയതിൻ്റെ പാടുകളുമായി നിൽക്കുന്നത്. അലീനയുടെ മനസ്സ് വിങ്ങി. മനു രോഹിത്തിനോടായി ചോദിച്ചു, ഇപ്പോഴും തല്ലുന്നുണ്ടോ നിങ്ങളെ പോലീസുകാർ? വല്ലാതെ ഉപദ്രവിച്ച പോലെ ഉണ്ടല്ലോ. തിരിച്ചൊന്നും പറയാതെ രോഹിത്ത് ആ നിൽപ്പ് തന്നെ നിന്നു. വീണ്ടും മനു ചോദിച്ചു, എടാ, നിന്നോടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോഴും ഉപദ്രവിക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങളിവിടെ കയറിയിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞില്ലേ? അതിൻ്റെ എന്തെങ്കിലും നടപടി വേണമെങ്കിൽ നമുക്ക് നോക്കാടാ, നീ പറയേ എന്ന് പറയുമ്പോഴും രോഹിത്ത് ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. മനു വീണ്ടും ചോദിച്ചു, എടാ, വിഷമിക്കാതെ, ഞങ്ങൾ നിങ്ങളെ ഇറക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാവൂ. ഇപ്പോൾ പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. എത്രയോ വട്ടം നിന്നോട് പറഞ്ഞു തന്നതാണ് അവൻ്റെ കൂടെ നടക്കല്ലേ പോകല്ലേ എന്നല്ല. എന്നിട്ടും എന്താണ് നിനക്കത് മനസ്സിലാവായിരുന്നത്? ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? മനു പറഞ്ഞു നിർത്തിയതും രോഹിത്ത് തുടർന്നു, വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. ഞാൻ ഇവിടെ കിടന്ന് എൻ്റെ ജീവിതം അങ്ങ് തീർന്നു പോയിക്കോട്ടെ. ഞാൻ ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ഇനി ഈ ജന്മത്തിൽ. ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ കഴിയരുതേ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ ആ വാക്കുകൾ കേട്ട് ബാലചന്ദ്രൻ്റെ മനസ്സിലേക്ക് ഒരമ്പ് തറച്ച് കയറുന്നതുപോലെ തോന്നി. അവൻ അത്രത്തോളം ഈ ജീവിതത്തെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും കടുംകൈ ചെയ്തു പോകുമോ എന്ന് പോലും ബാലചന്ദ്രൻ അമ്പരന്നു. രോഹിത്തിനോടായി മനു പറഞ്ഞു, എടാ, നിൻ്റെ ജീവിതം ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പോഴേ നീ സ്വയം വെറുത്ത പോലെയാണല്ലോ രോഹിത്തെ സംസാരിക്കുന്നത്.
എനിക്ക് തിരിച്ചു പോകണം, ഞാൻ പൊയ്ക്കോട്ടെ, എനിക്കൊന്നും പറയാനില്ല മനുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് നടക്കാൻ നേരം ബാലചന്ദ്രൻ അവനെ ആ കമ്പി അഴികളിൽ ഇടയിലൂടെ കൈയിട്ട് അവൻ്റെ കയ്യിലായി പിടിച്ചു. മോനെ, നിനക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ കഴിയും എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു തരും. അത് ഈ അച്ഛൻ്റെ വാക്കാണ്. മോനെ രോഹിത്തെ, അലീന ആ കുട്ടിയെ കാണാൻ പോയിരുന്നു എന്ന് പറഞ്ഞതും രോഹിത്ത് തല ഉയർത്തി അലീനയുടെ മുഖത്തേക്കായി നോക്കി. അവൻ എന്തൊക്കെയോ അറിയണമെന്ന ആ ഭാവം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അലീനയ്ക്ക് അവനോട് സംസാരിച്ചു തുടങ്ങാൻ ഒരു പേടിയുണ്ടായിരുന്നു. തന്നോട് വെറുപ്പാണ് അവന്. താൻ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ അവൻ തിരിച്ചു നടക്കുമോ എന്ന് അലീനയ്ക്ക് ഭയം തോന്നി. എങ്കിലും 2 സ്റ്റെപ്പ് മുമ്പിലേക്ക് നിന്നുകൊണ്ട് അലീന പറഞ്ഞു, രോഹിത്തെ, ഞാൻ ശരണ്യയെ കണ്ടിരുന്നു. അവൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അവളെ അന്ന് ആരൊക്കെയാണ് ഉപദ്രവിച്ചതെന്ന് പോലും അവൾക്കറിയില്ലെന്ന് തോന്നുന്നു. ഞാനൊന്നും ചോദിച്ചില്ല കേട്ടോ. അവൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. അവൾ നിന്നെപ്പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അവൾക്ക് ജീവിതം മടുത്തു, അവൾക്കെല്ലാം നശിച്ചു എന്നൊക്കെ മാത്രമാണ് അവൾ സംസാരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല രോഹിത്തെ. ഞാനാണ് ചെന്നിരുന്ന് 2 ദിവസം അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തതും എന്തെങ്കിലും ഒന്ന് അവൾ കഴിച്ചതും. അവളുടെ അമ്മ തന്നെയാണ് എന്നോടത് പറഞ്ഞത്. ഇത് കേട്ടതും മനുവും ബാലചന്ദ്രനും അതിശയത്തോടെ അലീനയെ മുഖത്തേക്ക് തന്നെ നോക്കി. കാരണം അവരും അപ്പോഴായിരുന്നു അതറിയുന്നത്. അലീന വീണ്ടും തുടർന്നു. രോഹിത്ത് അവൾ പറയുന്നത് കേൾക്കണമെന്ന ആഗ്രഹത്തോടെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. നിൻ്റെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞില്ലേ നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം. ഒരച്ഛൻ ഏതറ്റം വരെയും പോകുമെന്നും അതുപോലെ തന്നെയാണ് രോഹിത്തെ ഞാനും ചിന്തിക്കുന്നത്. ആ പെൺകുട്ടിയെ എൻ്റെ സ്വന്തം സഹോദരിയായിട്ടാണ് ഞാൻ കാണുന്നത്, എൻ്റെ രേവതിക്കുട്ടിയെ പോലെ. അവളെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് വരെ ഞാനും അവളോടൊപ്പം തന്നെ നിൽക്കും. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും, എന്നെ ആരൊക്കെ ശത്രുക്കളായി കണ്ടാലും. കാരണം എൻ്റെ സഹോദരനാൽ നശിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണതെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനൊരു പോംവഴി കാണേണ്ടത് ഒരു ചേച്ചി എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അത് പറഞ്ഞതും രോഹിത്തിൻ്റെ മുഖമാകെ മാറി. രോഹിത്ത് അവരോടൊരു യാത്ര പോലും പറയാതെ തിരികെ നടന്നു. ഇത് അവർ 3 ശ്രദ്ധ ചെലുത്തി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. രോഹിത്തിൻ്റെ ആ ഭാവം അവർ 3 പേരിലും വല്ലാത്ത വിഷമമുണ്ടാക്കി. തിരിച്ചുള്ള യാത്രയിൽ അവർ പരസ്പരം ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. രോഹിത്തിൻ്റെ മുഖം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. എന്നാൽ അലീന ബാലചന്ദ്രനോടായി പറഞ്ഞു, അച്ഛാ, പോകുന്ന വഴിയിൽ എന്നെ അവിടെ ഒന്ന് ഇറക്കിയേക്കണേ. ബാലചന്ദ്രൻ പെട്ടെന്ന് കേട്ട പോലെ തിരിഞ്ഞു നോക്കി. എവിടെ ഇറക്കണമെന്ന്? ശരണ്യയുടെ വീടിൻ്റെ ആ ഭാഗത്ത്. അച്ഛനൊന്നും വരണമെന്നില്ല, എന്നെ കുറച്ച് ദൂരെയായിട്ട് ഇറക്കി വിട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് നടന്നു പോയിക്കോളാം. മനു അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, അലീനെ, നീ എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്? എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. ഇപ്പോൾ നീ പറയുന്നുണ്ട് നിന്നോട് അവരെല്ലാവരും സ്നേഹത്തിലാണെന്ന്. അതെത്ര കാലം ഉണ്ടാകും? അവരുടെ വീട്ടിൽ ഒരുപാട് പ്രമുഖരൊക്കെ കയറി ഇറങ്ങുന്നതാണ്. എപ്പോഴെങ്കിലും അവർ പറഞ്ഞാലോ ബാലചന്ദ്രൻ്റെ വീട്ടിലെ പെൺകുട്ടി ഇവിടെ വന്നു പോകുന്നുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നിൻ്റെ വരവിൻ്റെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ അവർക്ക് തോന്നി, നിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നിയാൽ എന്ത് ചെയ്യും അലീനെ? നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും നീ ഈ പറഞ്ഞ ഓട്ടോ ഷാജി വരണമെന്നുണ്ടോ നിന്നെ രക്ഷിക്കാനായിട്ട്? നീ എന്താണ് കാര്യങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കാത്തത്? മനുവേട്ടാ, ഒരുപാട് പേരുടെ ജീവിതം കണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. നല്ലവരുടെയും ചീത്ത ആൾക്കാരുടെയും വയ്യാത്തവരുടെയും അങ്ങനെ ഒരുപാട് പേരുടെ. അതിനിടയിലൂടെ നടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് മനുവേട്ടൻ പറയുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മനുവേട്ടാ, നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരിക്കെ. എന്നെ ഒന്ന് അവിടെ ഇറക്കി വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അലീനയോട് ഈ കാര്യത്തിൽ ഒന്നും പറഞ്ഞുകൊണ്ട് തന്നെ എതിർത്ത് നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാലചന്ദ്രനും മനുവും അവളോടുള്ള സംസാരം നിർത്തി.
അവൾ പറഞ്ഞതുപോലെ തന്നെ ആ കോളനിയുടെ അങ്ങ് ദൂരെയായി മാറി അവരുടെ കാറ് നിർത്തിയിട്ട് അലീനയെ അവിടെ ഇറക്കി കൊടുത്തു. ശ്രദ്ധിച്ച് തിരിച്ച് വന്നേക്കണേ എന്ന് മാത്രം മനുവും ബാലചന്ദ്രനും അവളോട് പറഞ്ഞു. അച്ഛൻ പോയിക്കോളൂ, ഞാൻ ഏതെങ്കിലും ഓട്ടോ പിടിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങെത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് നടന്നു. ശരണ്യയുടെ വീടിൻ്റെ ഫ്രണ്ടിലായി ചെന്ന് നിന്നതും ഓമനക്കുട്ടൻ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ടപാടെ അവൻ്റെ മുഖമാകെ വിളറി. 10-18 വയസ്സുള്ള അവൻ്റെ മുഖത്ത് ഒരു 30കാരൻ്റെയോ 35കാരൻ്റെയോ ഗൗരവമായിരുന്നു. കാരണം അവനിപ്പോഴും താൻ ആ വീട്ടിൽ വന്ന് കയറുന്നതിൽ തീരെ താല്പര്യമില്ലെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം. അലീനയെ കണ്ടപാടെ ഗൗരവമായ മുഖം തിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. അവൻ പോകുന്നത് കണ്ട് അലീന അവനെ തിരിച്ചു വിളിച്ചു. ഓമനക്കുട്ട. അവൻ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു. അലീന അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. എടാ, നീ എൻ്റെ ഒരു അനിയനെ പോലെ മാത്രമേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ സഹോദരിയെ ദ്രോഹിച്ചവരുടെ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളോട് ഇതിനപ്പുറത്തേക്ക് കരുണയൊന്നും ആരും കാണിക്കാൻ പോകുന്നില്ലെന്നും എനിക്കറിയാം. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുതേ. ഞാൻ നിങ്ങളുടെ ഒരിക്കലും ഒരു ശത്രുവായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. അത് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് നടക്കുമ്പോൾ തന്നെ ശരണ്യയുടെ അമ്മ ശ്രീലത അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ, മോള് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അമ്മ അവളുടെ നേരെ അടുത്തു. അവളെയും കൂട്ടി ശരണ്യയുടെ മുറിയിലേക്ക് ചെന്നു. പതിവ് പോലെ തന്നെ റൂമിൽ കയറി അമ്മ ലൈറ്റ് ഓണാക്കിയപ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന പോലെ ശരണ്യയിൽ ആ അലർച്ചയോ നിലവിളിയോ ഉണ്ടായിരുന്നില്ല. അത് അലീനയ്ക്കും അമ്മയ്ക്കും വല്ലാത്തൊരാശ്വാസം തോന്നി. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് നടന്നു. അമ്മയുടെ മനസ്സിൽ തൻ്റെ മകൾക്കിപ്പോൾ ഏറ്റവും വലിയൊരാശ്വാസമാണ് അലീന വരുന്നതും സംസാരിക്കുന്നതും. അവൾ എന്തെങ്കിലും കഴിക്കുന്നതും കുടിക്കുന്നതും പോലും അലീനയുടെ സംസാരം കേട്ടുകൊണ്ട് അവൾ അറിയാതെ ചെയ്തു പോകുന്നതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ പെട്ടെന്ന് തന്നെ തൻ്റെ മകൾക്കായി എന്തെങ്കിലുമൊക്കെ കഴിക്കാനെടുത്തു. അലീന പതിവ് പോലെ തന്നെ ശരണ്യയെ എഴുന്നേൽപ്പിച്ചിരുത്തി തൻ്റെ മാറോടണച്ചു. അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണ്ടേ? ചേച്ചി അന്ന് വന്ന് കണ്ടതിനേക്കാളും മിടുക്കിയായിരിക്കുന്നു എൻ്റെ കുട്ടി. ഇനി പുറത്തിറങ്ങി ആ തുമ്പികളെയും പുഷ്പങ്ങളെയും ഒക്കെ കണ്ട് ഉഷാറായിട്ടൊന്ന് നടന്നു നോക്കിയേ, ഇതിലും മിടുക്കിയായി മാറും. എന്തിനാ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചതെല്ലാം അവർക്ക് മാത്രമാണ് മോളെ. ഇപ്പോൾ കണ്ടില്ലേ ഓരോരുത്തരുടെ അവസ്ഥ? പുറം ലോകം പോലും കാണാതെ കുടുംബക്കാർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരെ ഒന്ന് പുറത്തു പോലും ഇറക്കാതെ കഴിച്ചു കൂട്ടുന്നത് ഞാൻ കണ്ടുപോരുന്ന കാഴ്ചയാണ് എന്നെല്ലാം അലീന അവളോട് പറയുമ്പോൾ ശരണ്യ വളരെ അതിശയത്തോടെ അലീനയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയോട് അലീന ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ നീ എന്നിങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലെന്ന് അവൾ പതുക്കെ പറഞ്ഞു. വീണ്ടും അവളുടെ മുഖം അലീനയുടെ കൈകളിലെടുത്ത് കണ്ണുകളും മുഖവും എല്ലാം തുടച്ചുകൊണ്ട് ചോദിച്ചു, എന്താ എൻ്റെ കുട്ടിക്ക് തോന്നുന്നേ? ശരണ്യ പതിയെ പറഞ്ഞു, ചേച്ചിയെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നുന്നു. ശരണ്യയുടെ ആ വാക്കുകൾ അലീനയിലും വല്ലാത്ത സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഉടനെ തന്നെ ശരണ്യയുടെ അമ്മ അവൾക്കുള്ള ഭക്ഷണവുമായി വന്നു. അത് കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് അലീന അവളെ ഊട്ടുന്നതിനിടയിൽ ഒരുപാട് കഥകൾ പറഞ്ഞു. തൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ വിവാഹത്തെക്കുറിച്ച്, തനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, നല്ലൊരു ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കേട്ടിരുന്നു കൊണ്ട് ശരണ്യ ചോദിച്ചു, ഇനി എന്നെക്കൊണ്ട് ഇതെല്ലാം നടക്കുമോ ചേച്ചി? പിന്നെ നടക്കാതെ? അതെന്ത് ചോദ്യാടി നീ ഈ ചോദിക്കുന്നേ? എല്ലാം നടക്കും മോളെ, നല്ല ഉഷാറായിട്ട് തന്നെ, നീ ആഗ്രഹിച്ചതിനേക്കാളും ഒരു പടി മുമ്പിലായിട്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. എപ്പോഴും എല്ലാം നടക്കും, എന്നെക്കൊണ്ട് നടത്താൻ സാധിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി.
ഒരാഴ്ച കൂടിയൊക്കെ വീട്ടിൽ റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും കോളേജിലൊക്കെ പോയി തുടങ്ങണം കേട്ടോ എന്ന് അലീന പറയുമ്പോൾ അവൾ പറ്റില്ല എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അലീന ചോദിച്ചു, അതെന്താ അങ്ങനെ ഒരു ആക്ഷൻ? അതൊന്നും വേണ്ട, നിന്നെ ഞാനേ കോളേജിൽ വിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലതമ്മയുടെ മുഖത്തേക്ക് അലീന നോക്കിയതും അമ്മയ്ക്കും വല്ലാത്തൊരാശ്വാസം വന്ന പോലെ ഒന്ന് പുഞ്ചിരിച്ചു. അതെ, പിന്നെ ഞാനിപ്പോൾ പോട്ടെ, വന്നിട്ട് ഒരുപാട് സമയമായില്ലേ. ഇനി ഞാൻ വരുമ്പോൾ നമ്മ രണ്ടാളും കൂടിയും ഇവിടെ നിന്നും പുറത്തേക്കൊക്കെ ഇറങ്ങി ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടക്കും കേട്ടോ. അതിന് തയ്യാറായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ പോവുകയാണോ? അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചതും അലീന അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇപ്പം ഞാൻ പോട്ടെ. ഇപ്പോൾ നീ ആ ജനലൊന്ന് തുറന്നു നോക്കിയേ, ഒരുപാട് സമയമായിരിക്കുന്നു. എനിക്ക് വീടെത്തണ്ടേ, അതുകൊണ്ടാണ് പോണെന്ന് പറഞ്ഞ്. ഞാൻ എന്തായാലും നാളെ തന്നെ വരും. അലീനയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ശരണ്യ ചോദിച്ചു, എന്നോടെന്താ ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുന്നേ? അലീന ഒന്നുകൂടി അവളുടെ അരികത്തായി ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് നിന്നെപ്പോലെ ഒരു അനിയത്തിയുണ്ട്, രേവതിക്കുട്ടി. ഞാൻ എപ്പോഴും നിന്നെ കാണുന്നത് അവളായിട്ടാണ്. അവൾ എന്നോടെപ്പോഴും ഇതുപോലെയാണ്, ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് സംസാരിക്കും. അവളുടെ മുടിയെല്ലാം കെട്ടിക്കൊടുക്കാൻ പറയും. അവളിങ്ങനെ പതിയെ ഇരുന്ന് തരും, എന്നിട്ട് പറയും പതിയെ പതിയെ ഇരുത്തന്നാൽ മതിയെന്ന്. അലീന പറഞ്ഞു നിർത്തിയതും ശരണ്യ ചോദിച്ചു, അന്നാ അതേപോലെ എൻ്റെ മുടിയൊന്ന് കെട്ടിത്തന്നിട്ട് പോകാമോ? അലീനയിൽ വല്ലാത്ത അതിശയം തോന്നി. ശരണ്യയുടെ അമ്മ അതിശയത്തോടെ ശരണ്യയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതൊരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ്. അമ്മ സന്തോഷം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അച്ഛനോട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അതെ, അവളിപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആ പെങ്കൊച്ചിനോട് എന്തൊക്കെയായിരുന്നു പറയുന്നേ, എനിക്കൊന്ന് സമാധാനമായി എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് അച്ഛനും വല്ലാത്ത സന്തോഷം തോന്നി. സഹോദരനായ ഓമനക്കുട്ടൻ ഇവരുടെ സന്തോഷം കണ്ട് അതിശയത്തോടെ അവരെ തന്നെ നോക്കി നിന്നു. ആ പെണ്ണിന് ഇത്രയ്ക്കൊക്കെ കഴിവുണ്ടായിരുന്നു എന്നായിരുന്നു അവൻ്റെ സംശയം. എന്നാൽ ഇതേ സമയത്ത് അവളോട് വളരെ സ്നേഹത്തോടെ അവളുടെ മുടിയെല്ലാം ചീകി ഈരി കെട്ടിക്കൊടുക്കുകയായിരുന്നു അലീന. അലീനയുടെ ആ സ്നേഹവും കരുതലുമൊക്കെ കണ്ട് ശരണ്യയ്ക്ക് പെട്ടെന്നാണ് എന്തോ ഓർമ്മ വന്ന പോലെ ശരണ്യ അലീനയോട് പറഞ്ഞു, ചേച്ചി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ചേച്ചിയോട്. എന്താ മോളെ, എന്താ, നീ പറഞ്ഞോ. അതെ, ചേച്ചി വരുന്നത് ആ ഹരിയുടെ കസിൻ രോഹിത്തിൻ്റെ വീട്ടിൽ നിന്നല്ലേ? അതെ, അവരുടെ വീട്ടിലെ വേലക്കാരി മാത്രമാണ് ഞാൻ. അവർ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ വരുന്നത്. എനിക്ക് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. ചേച്ചി, അതല്ല എനിക്ക് പറയാനുള്ളത്. അതെ, അന്ന് എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കൂട്ടത്തിൽ അയാളുണ്ടായിരുന്നില്ല ചേച്ചി. ആരുണ്ടായിരുന്നില്ലെന്ന് അലീന വളരെ അതിശയത്തോടു കൂടി ചോദിച്ചു. എന്നോട് ഹരി പലപ്പോഴായിട്ട് ആ രോഹിത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, കസിനാണെന്നൊക്കെ. പക്ഷേ അന്ന് എന്നെ ഉപദ്രവിച്ചില്ലേ, അവരുടെ കൂട്ടത്തിൽ ആ രോഹിത്ത് ഉണ്ടായിരുന്നില്ല. മോൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ ഉണ്ടായിരുന്നില്ലെന്ന്? ഇല്ല ചേച്ചി, ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഉറപ്പല്ലേ, അല്ലെങ്കിൽ ഞാൻ ചേച്ചിയോട് ഇത് പറയുമോ? പക്ഷേ മോളെ, പോലീസ് അന്ന് അവനെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ചേച്ചി, അതെ, ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ആൾ ഉപദ്രവിച്ചിട്ടില്ല ചേച്ചി, അതെനിക്ക് ഉറപ്പുണ്ട്. അലീനയ്ക്ക് ഇത് കേട്ടതും വല്ലാത്ത സന്തോഷം തോന്നുകയാണ് കേട്ടോ മനസ്സിന്. അപ്പോൾ അലീന ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല അവളെക്കൊണ്ട്, ശരണ്യയെക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കണമെന്നോ പറയിപ്പിക്കണമെന്നോ ഒന്നും. ശരണ്യ തന്നെ ഇങ്ങോട്ട് തന്നോട് എല്ലാം പറയണമെന്ന് തോന്നി പറയുന്നത് കേട്ട് വല്ലാത്ത സ്നേഹം, ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുകയാണ്. തൻ്റെ അച്ഛനോട് ഇത് പറയുമ്പോൾ അച്ഛനുണ്ടാകുന്ന ഒരു സമാധാനം ആലോചിച്ചിട്ട്.
അപ്പോൾ പെട്ടെന്ന് തന്നെ അലീന ചോദിക്കുന്നുണ്ട്, മോൾക്ക് അത്രയ്ക്ക് ഉറപ്പാണോടാ എന്ന് ചോദിക്കുമ്പോൾ, അതേ ചേച്ചി എനിക്ക് ഉറപ്പുണ്ട് ട്ടാ എന്നൊക്കെ അവളിങ്ങനെ വളരെ പതിഞ്ഞ ശബ്ദത്തോടു കൂടി പറയുകയാണ്. പെട്ടെന്ന് തന്നെ അലീന തിരിച്ച് വീട്ടിലേക്ക് പോരുന്നുണ്ട്. ശരണ്യയോടും വീട്ടുകാരോടും യാത്രയൊക്കെ പറഞ്ഞ് നാളെയും വരാം എന്നൊക്കെ പറഞ്ഞ് അലീന പോരുന്നുണ്ട്. തിരിച്ച് വന്ന് ബാലചന്ദ്രനോട് അലീന പറയുകയാണ്, അച്ഛാ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താടി, എന്താ? അവിടെ ചെന്നിട്ട് ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ചെയ്തോ? ദൈവമേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എപ്പോഴും ഒരുപോലെ ആവില്ല മനുഷ്യന്മാരെന്ന്. നിനക്ക് എത്ര പറഞ്ഞാലും അതൊന്നും മനസ്സിലാവില്ല. അതൊന്നുമല്ല അച്ഛാ, എന്നോടിന്ന് ശരണ്യ പറയാണ്, അത് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ആ കുട്ടി എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. ആ കുട്ടിയെ രോഹിത് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അവളെ ഉപദ്രവിച്ചവരെ അവളുടെ മനസ്സിൽ ആ മുഖങ്ങളുണ്ടെന്ന്, അതിൽ രോഹിത് ഇല്ലെന്നൊക്കെ ആ കുട്ടി എന്നോട് പറയുകയാണ് അച്ഛാ ഉണ്ടായത്. ദൈവമേ, ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ അലീന? അതെ അച്ഛാ, അല്ലാതെ ഇങ്ങനൊരു കാര്യം ഞാൻ അച്ഛനോട് വെറുതെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛന് സമാധാനമായില്ലേ? അച്ഛൻ വളർത്തിയ ഒരു മകൻ അത്രയ്ക്ക് ദുഷിച്ചു പോവില്ലെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ മോളെ? അവൻ നിൻ്റെ നേരെ ആക്രമിച്ചില്ലേ? അവൻ ഈ വീട്ടിലെ ഒരാളെയും വില വെക്കാതെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മുറിയിൽ കയറ്റിയില്ലേ? അതിനപ്പുറത്തേക്ക് എന്താടി ഞാൻ വളർത്തിയ മകൻ എനിക്ക് തരാനുള്ളത്? എന്നോടാണോ നീ ഈ പറയുന്നത്? അങ്ങനെയല്ല അച്ഛാ ഞാൻ പറഞ്ഞത്. നാടൊട്ടാകെ നാണം കെട്ടി കിടക്കുന്നൊരു കേസിൽ അവനില്ലല്ലോ എന്നറിഞ്ഞൊരു സന്തോഷത്തിൽ ഞാൻ പറഞ്ഞതാ. അച്ഛനൊന്ന് വക്കീലിനെ വിളിച്ച് ഈ വിവരം ഒന്ന് പറഞ്ഞു നോക്ക്. വക്കീൽ എന്താണ് പറയുന്നതെന്ന് അതെങ്കിലും ഒന്ന് അറിയാലോ അച്ഛാ, അതുകൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. ഉടൻ തന്നെ ബാലചന്ദ്രൻ ഫോണെടുത്ത് വക്കീലിനെ വിളിക്കുന്നുണ്ട്. വക്കീലിനോട് അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, സത്യമാണോ ബാലചന്ദ്രൻ നിങ്ങൾ ഈ പറയുന്നത്? അതേ വക്കീലെ, ഇപ്പോൾ അലീന പോലും ആവശ്യപ്പെടാതെ ആ കുട്ടി അലീനയോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെ അവൻ ഈ കേസിലൊന്നും പെട്ടിട്ടില്ലെന്ന്. എടോ, ഇത് നമുക്ക് വളരെ വലിയൊരു പോയിൻ്റാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇത് വെച്ച് മുന്നോട്ടൊന്ന് പോകാൻ പറ്റുമോയെന്നൊന്ന് നോക്കട്ടെ. ഈ കുട്ടി ഇനി ഇത് മറ്റൊരാളോട് കൂടി പറയാൻ തയ്യാറാവോ? അതൊന്നും അറിയില്ല വക്കീലെ. ഇപ്പോൾ അലീനയുടെ സ്നേഹത്തിന് പുറത്ത് അലീനയോട് സത്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണോ എന്താണെന്നൊന്നും അറിയില്ല. അലീന വന്നിത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, അലീനയും പറഞ്ഞു എന്നോട് വക്കീലിനെ വിളിച്ചൊന്ന് പറഞ്ഞു നോക്കാൻ, അതുകൊണ്ട് പറഞ്ഞതാണ്. ബാലചന്ദ്രൻ, ഇത് നമ്മൾ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ്. ഇത് വെച്ചൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും നാളെ തന്നെ നിങ്ങളെ ഞാൻ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ കോള് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ തുടർക്കഥയുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ.